എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു ദൈവമഹത്വമുണ്ട്. കൃത്യസമയത്ത് ഇടപെട്ട ഒരു ദൈവം. ആ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നിന്റെ കുടുംബം, നിന്റെ ജീവിതം രക്ഷപ്പെടും. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അവസാനത്തത് യാക്കോബിന്റെ ദൈവം കേട്ടോ. യാക്കോബിന്റെ ദൈവത്തിലേക്ക് നമ്മൾ കയറാം. ഞാനൊന്ന് ചുരുക്കി പോകും, കാരണം നമുക്കൊന്നും സമയമില്ല. ഒരു കുടുംബജീവിതത്തിലേക്ക് കയറാനുള്ളതാ പെട്ടെന്ന്. യാക്കോബിന്റെ ദൈവം ആർക്കെങ്കിലും അറിയോ? യാക്കോബിന്റെ ദൈവത്തിന്റെ അർത്ഥം? യാക്കോബിന്റെ ദൈവം, ഞാൻ സങ്കടമൊക്കെ മാറ്റാം, എൻ്റെ അപ്പനല്ലേ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. നിങ്ങൾ സങ്കടം മാറ്റി വെച്ച് ഇനി കാര്യത്തിലേക്ക് വാ കേട്ടോ. യാക്കോബിന്റെ ദൈവം എന്താണ്? യാക്കോബിന്റെ ദൈവം ഉത്തരം പിടിച്ചോ. ഞാൻ പറഞ്ഞുതരാം. ഇനി ചോദിക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചാൽ ചോദിച്ചേനെ. ഉത്തരം പിടിച്ചോ. ഞാൻ എത്ര പാപിയാണെങ്കിലും, ഉത്തരം പറ, എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. ഒന്നുകൂടി പറയും, ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞതറിയോ? നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇതുപോലെ യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം അറിയോ? യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം അറിയോ? യാക്കോബ് ഉബായില് വിളിക്കും, പേച്ചി പറഞ്ഞില്ല. പിന്നെ വേറെ എന്തെങ്കിലും അർത്ഥം അറിയോ? യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം ശരിക്കും അർത്ഥം അറിയോ? കൗശലക്കാരൻ, കുതികാല് വെട്ടി കാല് വാരിയുന്ന യാക്കോബിന്റെ പേരിന്റെ അർത്ഥം. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവത്തെ യാക്കോബിന്റെ ദൈവത്തെ എന്ന് വിളിച്ചത്? കാലുവാരിയുടെ ദൈവം എന്ന് വിളിച്ചത്? ദൈവം കാലുവാരിയാണോ? ദൈവം കാലുവാരിയാണോ? ദൈവം സൂത്രക്കാരനാണോ? ദൈവം കൗശലക്കാരനാണോ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തെ അങ്ങനെ വിളിച്ചേ? ഞാൻ പറഞ്ഞറിയോ, ഈ ബൈബിള് വായിക്കുമ്പോൾ ഇതുപോലെ കള്ളത്തരം കാണിച്ചൊരു മനുഷ്യൻ വേറെയില്ല ബൈബിളില്. യാക്കോബ സ്വന്തം അപ്പനെ പറ്റിച്ചു. നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാന്ന്? സ്വന്തം ചേട്ടനെ പറ്റിച്ചു. നിങ്ങൾ ഓർക്കണം, ലോകത്ത് പറ്റിക്കാവുന്നതിന്റെ മാക്സിമം പറ്റിച്ചവനാണ് ഈ യാക്കോബ്. പക്ഷെ ദൈവം അറിയപ്പെട്ടത് യാക്കോബിന്റെ ദൈവം എന്നാ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഓർക്കണം, യാക്കോബ് എത്ര പാപം ചെയ്തിട്ടും ദൈവം യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ. നിങ്ങളെ എത്ര പാപിയാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വന്നിട്ട് എന്നോട് ചോദിക്കും, ചിനുവച്ചാ ഞങ്ങളൊരു പാപിയാ, ദൈവം സ്നേഹിക്കണ്ടോ? ഞാൻ പറയും സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എത്ര കുറവുണ്ടെങ്കിലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എത്ര പോരായ്മ ഉണ്ടെങ്കിലും ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തോളണം. ഒരു കാര്യം കൂടി അച്ഛൻ ചേർത്ത് പറയാം. ഒരിക്കലും ഒരു ചേച്ചി എന്നോട് ചോദ്യം ചോദിച്ചോണ്ട് ഞാൻ നിർത്താം. ചേച്ചി എന്നോട് ചോദിക്കുക, ജിനുവച്ചാ അച്ഛൻ പറയുന്നൊക്കെ ശരിയാണ്, ഞങ്ങൾ പാപിയായിട്ടും ദൈവം സ്നേഹിക്കുന്നുണ്ട്, ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട്, കൃത്യസമയത്ത് ഇടപെടുന്നുണ്ട്, പിന്നെ എന്ത് വെച്ചാ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങളും കിട്ടാത്ത എൻ്റെ ഉത്തരവുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. ഏശയ്യാ 59:1-2. പെട്ടെന്ന് എടുക്കണേ, നമുക്ക് സമയമില്ല. ഏശയ്യാ 59:1-2. പെട്ടെന്ന് എടുക്കണേ. പുഷ്പേച്ചി ഇവിടെ വാ. കമോൺ. ആദ്യം തന്നെ വന്നിരുന്നില്ല, എന്നിട്ട് ചെക്ക് കളറോ? ഇങ്ങോട്ട് വാ. ക്യാരംസ് ബോർഡിനൊക്കെ കളർ വന്നിട്ടുണ്ട്. പറ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. കർത്താവ് പറയുക, രക്ഷിക്കാൻ കഴിയാത്ത വിധം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കർത്താവ് പറയുക, എടി മേരിക്കുട്ടിയെ, എടി ലിസിയെ, ജോസഫേ, ദേവസിയെ, ഇനി നിങ്ങളുടെ പേരൊന്നും അറിയാമല്ല, ജസ്റ്റിയെ, ലിജിനെ, എന്തെങ്കിലും ആവട്ടെ, ഇടവൈ രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കൈക്ക് കുറകലില്ല, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റൂന്ന് കർത്താവ് പറയുക. എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റും. ഇടവൈ ഞാൻ പൊട്ടനല്ല, നിങ്ങൾ പ്രാർത്ഥിക്കണത് മുഴുവൻ ഞാൻ കേക്കണ്ട്. കർത്താവ് പറയാ, എടി മേരിയേ, നീ നിലവിളിക്കണതും കരയണതും ഞാൻ കേക്കണ്ടേ. പിന്നെ എന്താ കുഴപ്പം? അടുത്ത വചനം വായിച്ചോ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. പുഷ്പിച്ചിങ്ങനെ ഇങ്ങനെ എന്റെ കൂടെ പോരണ്ടോ? എന്തെങ്കിലും ആട്ടെ, തമാശ പറഞ്ഞ കേട്ടോ. എന്തെങ്കിലും ആട്ടെ. പുഷ്പിച്ചിന്റെ കുടുംബം ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ? തന്നെ വന്നേ, അപ്പൊ കുഴപ്പമില്ല, അല്ലെങ്കിൽ കെട്ടിയവരെന്നെ തല്ലിയാൽ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചോക്കെ. കർത്താവ് പറയാ, നിന്റെ അകൃത്യങ്ങൾ അത്ര എന്നെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചോളണം, നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് തടസ്സം നിൽക്കണേ.
അടുത്ത വചനം കൂടി വായിച്ചേ, അപ്പൊ കൃത്യം. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങൾ ചിന്തിച്ചോളണം, നിങ്ങളെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്നറിയോ? നിങ്ങളുടെ പാപങ്ങളാ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു വെച്ചേ, നിങ്ങൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വരുമ്പോ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനുമായി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്തെ? നിങ്ങൾ ചിന്തിച്ചോക്ക്. സ്വന്തം അപ്പനമ്മേനെ നോക്കാത്തൊരു മോൻ കർത്താവേ എന്റെ കടബാധ്യത മാറ്റിത്താ എന്ന് പ്രാർത്ഥിച്ചാ കിട്ടുവോ? തേങ്ങ വലിയിരിക്കണ ഉത്തരം പറ. കിട്ടുവോ? ഇല്ല. സ്വന്തം ജീവിത പങ്കാളിയെ പറ്റിക്കുന്ന ഒരു മനുഷ്യൻ ദൈവമേ എന്റെ കടബാധ്യത മാറ്റിത്താ, കിട്ടുവോ? തേങ്ങ കിട്ടും. സ്വന്തം മക്കളെ നോക്കാത്ത ഒരു അപ്പനമ്മയും സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയോ ഭർത്താവോ എന്ത് പ്രാർത്ഥിച്ചാലും കാര്യമില്ല, തമ്പുരാൻ തരില്ല. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി പറയുന്നത് സൂക്ഷിച്ചു കേട്ടോളാം. ചെവിയുള്ളവൻ ആ കേട്ടോ. നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് നിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കും. നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് തടസ്സം നിൽക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കും. നീ ഒരു നീതിമാനെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇച്ചിരി സീരിയസ് ആയിട്ട് കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണേ. ഒരു നീതിമാന്റെ കണ്ണീര് നീ മൂലം വീണിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് അതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഉറപ്പിച്ചച്ഛൻ പറയണേ. ഒരു നീതിമാന്റെ കണ്ണീര് നീ മൂലം വീണിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന് നീ വില കൊടുക്കേണ്ടി വരും. പലതരം വീഴ്ത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുഷ്പിച്ചു പോക്ക. ഇത് പറയുമ്പോ പൊള്ളുന്ന് എനിക്കറിയാം. പൊള്ളണം, കുത്തട്ടെ. നിങ്ങൾക്ക് ചങ്കിലെ മുറിവുണ്ടെങ്കിൽ അമ്മായിമാരുടെ ഒക്കെ സ്നേഹമുണ്ടോ? അമ്മായിമാരുടെ ഒക്കെ സ്നേഹം ഇല്ലെന്നോ? ഉണ്ടെന്നോ? ഉണ്ട്. ചെന്നിട്ടാണ് ഞങ്ങൾ മുടക്കാനുള്ളത്. അമ്മായിമാരുടെ ഒക്കെ സ്നേഹമുണ്ടോ? ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ അവരെ സ്നേഹിക്കണം കേട്ടോ. അമ്മായിമാരുടെ മരുമ ഇവിടെ ഈ ആനകോടിയില് ആനകളെ അമ്മായിമ്മമാരും മരുമക്കളെ കൊടുക്കുന്ന അടുപ്പല്ലേ? തേങ്ങ കണ്ടറിയാം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ ഞാൻ വായിച്ചത്, അതുകൊണ്ട് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പറയാമെന്നറിയോ, നിങ്ങൾ ഈ കൂടെ ഉള്ളവരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങളുടെ കൂടെ ഉള്ളവരെ ഇച്ചിരോട് ക്ഷമിച്ച് സഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഓർക്കണ്ടായിരുന്നറിയോ, പലപ്പോഴും നമ്മുടെ കുടുംബത്തിലെ പല അനുഗ്രഹത്തിനും തടസ്സം നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളാ. സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പൊ ഇത് മാവല്ലേ, മാവ് ഈ മാവിന്റെ അടിയില്, ഇത് വലിയ മാവാന്ന് ചിന്തിക്കുക. ഈ വലിയ മാവിന്റെ അടിയില് ഞാൻ അടിയിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ചെടി നടാം. സിമ്പിൾ ഉദാഹരണമാണ്. ചെറിയ ചെടി നടാം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു, വാളോട്ട് കൊടുത്തു. വലിയ മാവാട്ടെ, ഇതിനേക്കാളും വലിയ ശിഖരമുണ്ട്. ഞാൻ ചെറിയ ചെടി ഇട്ടു, ചെറിയൊരു പ്ലാവ് കൊണ്ടുപോയി നട്ടു. എന്തെങ്കിലും ആവട്ടെ, ചെറിയൊരു പ്ലാവ്. ഈ പ്ലാവ് വളർന്നു വരുവോ? ഇല്ല. എന്തുകൊണ്ടാ? പുഷ്പിച്ച് സൂര്യപ്രകാശം കിട്ടാത്തോണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇച്ചിരി വെള്ളം ഒഴിക്കുക, വളരുവോ? ഇല്ല. വളോട്ട് കൊടുക്ക, വളരുവോ? ഇല്ല. എന്തുകൊണ്ടാ? സൂര്യപ്രകാശം കിട്ടാത്തോണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ധ്യാനവും കൺവെൻഷനും ഒക്കെ അച്ഛനും ഞാൻ പറയുന്നോ, വളമിട്ട് തരാം, വർഷത്തിൽ ഒരിക്കലും വളമിടാൻ വന്നേക്കാം. നിങ്ങളെല്ലാവരും ഈ മാവിന്റെ അടിയിൽ നട്ടപ്പെട്ട പ്ലാവാ. ഞാൻ അത്യാവശ്യത്തിന് ഇപ്പൊ വളം ഇട്ടോണ്ടിരിക്കുക, ഇട്ടോണ്ടിരിക്കില്ല കേട്ടോ, വളം ഇട്ടോണ്ടിരിക്കുക. നിങ്ങളുടെ വികാരിയച്ഛൻ, നിങ്ങളുടെ സഭയിലെ അധ്യക്ഷൻ നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നാവ് മക്കളെ, നന്നാവ്. പിന്നെ എന്തിയാ നന്നാവാത്ത, വളരാത്ത? സൂര്യപ്രകാശം കിട്ടണില്ല. അതിന് തടസ്സേതാ?
അതിന് തടസ്സേതാ? ഈ മാവെന്ന് വെച്ചാ നിങ്ങളുടെ ജീവിതത്തിലെ പാപമാ. നീ അത് വെട്ടിയാ നിന്റെ ജീവിതത്തിലെ പ്രകാശം വരും, നീ വളരും. വെട്ടിയില്ലേ നീ വളരില്ല. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ചെവിയുള്ളവൻ കേക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, നീ വെട്ടിയാ വളരും, വെട്ടിയില്ലേ മക്കളെ വളരില്ല. നിന്റെ കുടുംബം തകർന്നു പോകും. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ 3 കാര്യത്തെ കുറിച്ച് കേട്ടു. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കുന്ന ദൈവമാണ്. ഇസഹാക്കിന്റെ ദൈവം കൃത്യസമയത്ത് എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ ദൈവം. യാക്കോബിന്റെ ദൈവം ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം. നിങ്ങളെന്താ തേങ്ങപ്പുഴുക്കോലിരിക്കുന്ന? ഉത്തരം പറ. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞേ, എല്ലാവരും കൂടി പറഞ്ഞേ. ഞാൻ എത്ര പാപിയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് യാക്കോബിന്റെ ദൈവം. All of you stand up. All of you stand up. പുസ്തകമൊക്കെ താഴെ വെച്ചോ. നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കയറാം. അതിനു മുമ്പ് ഒരു എക്സസൈസ് ഉണ്ട്. ഉപ്പൂറ്റി ഒന്ന് പൊക്കി. CC അടഞ്ഞ് തീരാറായതാണ്. ഈ പൊക്കണ്ട. വലിയതും പറഞ്ഞതും കേട്ട് CC അടഞ്ഞ് തീരാറായതൊക്കെ പൊക്കി മൂക്കം കുത്തി വീണ ഞാൻ പൊക്കാൻ പറ്റില്ല കേട്ടോ. CC അടഞ്ഞവര് അവരുടെ പ്രായം നോക്കുക. CC എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രായമായവര്. ഞങ്ങളുടെ നാട്ടിൽ CC എന്ന് പറയാം. പോട്ടെ. ഉപ്പൂറ്റി ഒന്ന് വിട്ട് താഴേക്കിട്. പൊക്ക് വിട്. ഈ പൊക്കണ നേരത്തെ 2 കൈ കൂടി പൊക്കണം കേട്ടോ. കൈ പൊങ്ങില്ലേ? എവിടെയെങ്കിലും പൊങ്ങുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊക്കാൻ പറ്റുന്നെങ്കിൽ പൊക്ക് കേട്ടോ. കൈയും പൊക്ക്, ഉപ്പുറ്റിയും പൊക്ക്. ഒന്നുകൂടി പൊക്ക്. ഉപ്പുറ്റി മാത്രം താത്തി മതി, കൈ താത്തണ്ട. ഉപ്പുറ്റി പൊക്ക്. പറ ഹല്ലേലൂയ പറ. ഉച്ചത്തി പറ. ഉപ്പുറ്റിയും പൊങ്ങണം, കയ്യും പൊങ്ങണം, ഹല്ലേലൂയ പറയണം. ഇത് 3 എക്സസൈസാ. ഒന്നുകൂടി വരണം. ചെയ്യാത്തവന്മാരുടെ ഉള്ളിൽ കൂടെ ഞാൻ വരും ഇപ്പോ. മതിയടാ. പൊക്കി പിടിക്ക്. കൈ പൊക്കി പിടിക്ക്. ഉപ്പുറ്റി പൊക്കി. പറ. ഒന്നുകൂടി. നിങ്ങളുടെ ഉപ്പുറ്റി വന്നണ്ട. ഉപ്പുറ്റി വന്നിയാലേ ഈ എക്സസൈസിന് ഗുണമുള്ള. പറ. ഒന്നുകൂടി പറ. ഒന്നുകൂടി. എവിടെയാടാ വേ പൊന്നണേ? എന്തെങ്കിലും ആവട്ടെ. പൊക്ക്. കൈ പൊക്കി പിടിച്ചേ. പൊക്കി പിടിക്ക്. പറ. ഒന്നുകൂടി പറ. ഒന്നുകൂടി. വലത്തോട്ടിരിഞ്ഞേ. ഇനി ക്ഷീണമുണ്ട് എല്ലാവർക്കും. വലത്തോട്ടിരി. ഇതേതപ്പാ വലത്ത് കർത്താവേ? തിന്നണ കൈ നോക്കി തിരി ചേട്ടാ. അങ്ങടാ വലത്ത് ചേട്ടാ. തിന്നണ കൈ നോക്കി. ഇല്ല വിളിപ്പിച്ച അങ്ങട് തിരി ചേട്ടാ. വിളിപ്പിച്ചിട്ട് നാണമായി. പൊക്കി പിടിക്ക്. ഉപ്പുറ്റി പൊക്കെ. പറ. നമ്മുടെ സഭയുടെ അതിർത്തി വരെ കേൾക്കണം. ഈ ശബ്ദത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ഒരു പട്ടി കുറുക്കം പോലും കേൾക്കില്ല. ഉച്ചത്തിൽ പറ. ഒന്നുകൂടി. വലത്തോട്ടിരി. അങ്ങട് തിരിഞ്ഞിക്കണം. നിന്റെ വലത്തെവിടെയാ? തിന്നണ കൈ നോക്ക്. വെല്ലിപ്പച്ച അങ്ങടിരി. ബാ അങ്ങടിരി. വെല്ലിപ്പച്ച അങ്ങടിരി. ബാ പിന്നിലേക്ക് തിരിയിടാവേ. അല്ലേ വെല്ലിമിച്ച് ഇന്നോട്ട് നട്ടപ്പാലം കറങ്ങാനുള്ള കർത്താവ്. പൊക്കി പിടിക്ക്. കൈ പൊക്കി പിടിക്ക്. ഉപ്പുറ്റി പൊക്കി. പറ. ഒന്നുകൂടിയും പറ. വലത്തോട്ട് തിരിയേ.
ദൈവമേ, വലത്തേതാ ഇടത്തേതെന്ന് അറിയാത്ത സാധനങ്ങള്. അങ്ങടല്ലേ ഇനി നിന്റെ വലത്ത് തിരിയേ. ഓ വാ വാ, അങ്ങോട്ട് പൊക്കി പിടിക്ക്, ഒക്കെ പൊക്കി പിടിക്ക്, ഒക്കെ പൊക്കി പിടിക്ക്. ആ ഉപ്പുറ്റി പൊക്കി പറ. ഒന്നുകൂടി, 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 ഒന്നുകൂടി. വലത്തോട്ടിരി. ഓ വന്നല്ല കർത്താവേ. പൊക്കി പിടിക്ക്, പൊക്കി പിടിക്ക് പറ. ഒന്നുകൂടി, 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 ഒന്നുകൂടി. താത്ത്, ഞാനിതാ ഉദ്ദേശിച്ചേ. നമുക്ക് മനസ്സിലായി, നീ വിശ്വസിക്കുന്നു കേട്ടോ. നീ ഇരിക്കി.